സംസ്ഥാന രാഷ്ട്രീയം ഇത്തവണ ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമേത് എന്ന ചോദ്യത്തിന് നിലവിൽ ഒരൊറ്റ ഉത്തരമേയുള്ളത് ബേപ്പൂരാണ്. നിരവധി രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വേദിയായ ബേപ്പൂരിൽ ഇക്കുറി ആര് വിജയക്കൊടി പാറിക്കും? നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ആർക്ക് അനുകൂലമാണ്? നിഖിൽ പ്രമേഷ് ഈ വാർത്തയുടെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ബേപ്പൂരിൽ ഇപ്പോൾ PV അൻവർ മത്സരിക്കാൻ എത്തിയിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് റിയാസും അവിടെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ PV അൻവർ മണ്ഡലം പിടിക്കുമോ? റിയാസിന് എത്രമാത്രം ആശങ്കയുണ്ടാക്കും? എന്നാൽ മുഹമ്മദ് റിയാസിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് ബേപ്പൂർ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. 1991 കോലിബി സഖ്യത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ആകെ ശ്രദ്ധാകേന്ദ്രമായ ബേപ്പൂർ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ബിന്ദുവാവുകയാണ്. താരമണ്ഡലത്തിലെ പോരാട്ടം ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നം കൂടിയാണ്. മുൻകാല തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ബേപ്പൂർ ഒരു ഇടതുമണ്ഡലമാണ്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കേവലം 148 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മണ്ഡലത്തിൽ LDFിനുള്ളത്. ഇത് തന്നെയാണ് UDFിന്റെ ആത്മവിശ്വാസത്തിന് ആധാരവും. മത്സരിക്കുകയാണെങ്കിൽ ഒരു ഫൈറ്റിംഗ് സീറ്റിൽ മത്സരിച്ച് വിജയിക്കണമെന്ന അൻവറിന്റെ വാശിയാണ് ബേപ്പൂരിലേക്ക് വഴി നയിച്ചത്. ബേപ്പൂർ പിടിക്കുക അത്ര എളുപ്പമല്ലെന്ന് വിലയിരുത്തുന്ന DCC നേതൃത്വവും ഇതിന് പച്ചക്കൊടി വീശി. ഒരു ഗവൺമെന്റിനെയും ഇവിടുത്തെ ഒരു സംവിധാനത്തെയും ഒരു പാർട്ടിയെയും കുടുംബാധിപത്യ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. എളമരം കരീമയുടെ, മോഹനൻ മാഷയുടെ, പ്രദീപ് കുമാറയുടെ, ഇവിടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളെവിടെ? ഏത് നേതാവാണ് ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തത് ഇവിടെ ഉള്ളത്? ഏത് തൊഴിലാളികളാണ് അവരെ കൂടെ ഉള്ളത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയാകില്ല കാര്യങ്ങളെന്നാണ് ഇടതു പ്രതീക്ഷ. പാർട്ടി വോട്ടുകൾ കൈവിടില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിലെ തന്നെ മികച്ച സ്ഥാനാർത്ഥിയായ PA മുഹമ്മദ് റിയാസ് വീണ്ടും ബേപ്പൂരിലേക്ക് എത്തുന്നതോടെ കാര്യങ്ങൾ അനുകൂലമാകും. ജനാധിപത്യത്തിൽ ആർക്ക് വേണമെങ്കിലും വോട്ടർ പട്ടികയിൽ പേരിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കുക. അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ആർക്ക് വേണം മത്സരിക്കാം. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ LDFിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ആര് LDFിൻ്റെ സ്ഥാനാർത്ഥി ആയാലും 2021 കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന് സുഖമായി വിജയിക്കാൻ കഴിയുമെന്നാണ് UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. PA മുഹമ്മദ് റിയാസിനും PV അൻവറിനും ബേപ്പൂരിലെ ജനവിധി നിർണായകമാകും. BJP സ്ഥാനാർത്ഥി ആരെന്നതും മണ്ഡലത്തിന്റെ ഗതിവിഗതി നിർണയിക്കും. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.